നമസ്കാരം. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഓണം ബമ്പർ അടിച്ചു. അതായത് കേന്ദ്ര സർക്കാരിന്റെ വക ഓണം ബമ്പർ. രാജ്യത്തിന് മുഴുവൻ ഇത് ദീപാവലി സമ്മാനം, കേരളത്തിന് ഇത് ഓണ സമ്മാനം. എങ്ങനെയെന്നല്ലേ? GST പരിഷ്കരണം, വമ്പിച്ച നികുതി ഇളവ്. എന്തായാലും അവശ്യ സാധനങ്ങൾക്കും കാറുകൾക്കും മരുന്നുകൾക്കും എല്ലാം വില കുറയും. കേരളത്തെ ജനങ്ങൾക്ക് ഇത് ഗുണകരമായി പ്രയോജനപ്പെടും. എന്തായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സാധാരണക്കാർക്ക് ഈ നികുതി ഇളവിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വലിയ കമ്പനികൾ അവരുടെ സാധനങ്ങൾക്ക് വില കൂട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ നികുതി ഇളവിന്റെ പ്രയോജനം കൂടുതൽ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം സംസ്ഥാനത്തെ ലോട്ടറി കച്ചവടക്കാരുടെ കാര്യമാണ്. ലോട്ടറിയുടെ GST 28% നിന്ന് 40% ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. ലോട്ടറി മേഖലയ്ക്ക് ഇത് തിരിച്ചടിയാണ്. ഈ ഒരു ആവശ്യം കേന്ദ്ര സർക്കാർ മുമ്പിൽ സംസ്ഥാന സർക്കാർ പലവട്ടം പറഞ്ഞിരുന്നതാണ്. പക്ഷേ കേന്ദ്രം ഒരു പരിഗണനയും നൽകിയിരുന്നില്ല. പക്ഷേ GST ഈ 40% എത്തി നിൽക്കെ സംസ്ഥാന സർക്കാർ ഈ മേഖലയെ സംരക്ഷിക്കാൻ ഇടപെടേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കണം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ. ഓട്ടോമൊബൈൽ, സിമന്റ് അടക്കം പല മേഖലകളിലായി 4500 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് സംസ്ഥാന സർക്കാരിന് ഈ GST പരിഷ്കരണം മൂലം ഉണ്ടാവാൻ പോവുക. ഔദ്യോഗിക കണക്കുകൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കണക്കുകൾ കോടികൾ ഇതിനപ്പുറമായിരിക്കും നഷ്ടം. എന്തായാലും സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾ ഒന്ന് ഭയക്കുക. സംസ്ഥാന സർക്കാർ ഈ നഷ്ടം എങ്ങനെ നികത്തും? കൂടുതൽ നികുതികളും അതുപോലെ സെസ്സുമൊക്കെയായി സാധാരണക്കാരെ പിഴിയുമോ? അതാണോ സംഭവിക്കുക? വെയിറ്റ് ആൻഡ് സീ.